ഇനി ഇത്രയും കയറാൻ ഗൈസ്. എത്ര ബുദ്ധിമുട്ടി കയറി വന്നാലും ഇതിന്റെ മുകളിലുള്ള സ്ഥലം അത് വേറെ തന്നെയാണ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. മഹാരാഷ്ട്രയിൽ ഇത്ര മോശം റോഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പൂനെയിലാണ്. പൂനെയിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോണാവാലയിലെ വിസാപൂർ ട്രെക്കിങ്ങിനാണ്. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇന്ന് കാണുക. മഹാരാഷ്ട്രയിൽ വരുന്നവർ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ട്രെക്കിംഗ് ആണ് വിസാപൂർ ട്രെക്കിങ്. സ്റ്റെപ്പ് വാട്ടർഫാൾസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോ ആണ്. ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. പൂനെയിൽ നിന്ന് ലോണാവാലയിലേക്ക് വരുന്നത് 50ഓളം കിലോമീറ്ററാണ്. 1 മണിക്കൂറും 45 മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. മുംബൈയിലെ മഹാരാഷ്ട്രയിലെ റോഡാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ റോഡാണ് ഈ കാണുന്നത്. നമ്മളെല്ലാവരും നമ്മളെ കേരളത്തിന് കുറ്റം പറയാനുണ്ട്. ഞാൻ സത്യം പറയാലോ, മഹാരാഷ്ട്രയിൽ ഇത്ര മോശം റോഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നതാണ് കർണാടകയിലെ റോഡുകൾ അതുപോലെ നല്ല റോഡുകളാണെന്നുള്ളത്. കർണാടക ശരിക്കും കാണാത്തവരാണ് ശരിക്കും കർണാടകയിൽ നല്ല റോഡുകൾ എന്ന് പറയുന്നത്. ഞാൻ കർണാടകയിലെ ചിക്ക്മംഗ്ലൂർ യാത്ര ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മോശം റോഡുകളാണ് ഞാൻ ചിക്ക്മംഗ്ലൂർ കണ്ടത്. കർണാടകയിലെ ഏറ്റവും ബെസ്റ്റ് ട്രെക്കിംഗ് സ്പോട്ടാണ് നമ്മുടെ നേത്രാവതി പീക്ക്. ആ ഒരു ഗ്രാമമുണ്ട്, സംസ എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിലൊക്കെ റോഡുകൾ കാണണം. ചിക്ക്മംഗ്ലൂരിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മോശം റോഡുകളാണ് എല്ലായിടത്തും കണ്ട ചിക്ക്മംഗ്ലൂർ കണ്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും മോശം റോഡ് ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കേരളത്തിൽ 14 ജില്ലയും കറങ്ങിയൊരു വ്യക്തിയാണ്. ഇത്ര മോശം റോഡുകൾ ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും മോശമായിരുന്നു കർണാടകയിലെ റോഡുകളൊക്കെ. ഞാൻ പോയ റൂട്ടുകളൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ വലിയ സിറ്റികളൊന്നും കവർ ചെയ്തിട്ടില്ല. സിറ്റികൾ കർണാടക ഉഷാറാക്കുന്നുണ്ട്, അത് സത്യമാണ്. ഇപ്പോൾ മൈസൂർ പോയാൽ ബാംഗ്ലൂരും കുറച്ചൊക്കെ, ബാംഗ്ലൂർ അത്ര ബെറ്റർ ഒന്നുമല്ല ഗൈസ്. അങ്ങനെ ഫോർട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേ കാണുന്നതാണ് വിസാപൂർ ഫോർട്ട്. അപ്പോൾ ഗൈസ് ഇവിടെ 2 ഫോർട്ട് ഉണ്ട്. ഇവിടെ ഈ കാണുന്നതാണ് വിസാപൂർ ഫോർട്ട്, ഇത് ലോഹഗഡ് ഫോർട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇവിടേക്കാണ്, സെക്കൻഡാണ് ഇവിടേക്ക് പോകുന്നത് കേട്ടോ. ഇതിൽ 350ഓളം സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഗൈസ്. ഇവിടെ 25 രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ കയറാൻ. അതുപോലെ 10 രൂപ ടിക്കറ്റ് പാർക്കിങ്ങിനുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ കയറാനുള്ള ടിക്കറ്റ് വരുന്നത്. പാർക്കിങ്ങിന് 10 അല്ല 20ആണ്. ഞാനും പറയാൻ പറഞ്ഞു. പക്ഷെ ബൈക്ക് പാർക്കിങ്ങിനൊക്കെ 20 കുറച്ച് കൂടുതലാണ് ഗൈസ്. കുറച്ച് സ്റ്റെപ്പാണ് കയറിയപ്പോൾ കണ്ട വ്യൂ ആട്ടത്. ഫോർട്ടിലേക്ക് ഫസ്റ്റാണ് എൻട്രി ചെയ്യുമ്പോൾ ഇല്ല ഡോറാണ് കാണുന്നത്. ഡോറിന് കണ്ടില്ലേ? ഓ, ഇതൊക്കെ ഒരു മനുഷ്യൻ മേത്തറ്റ തീർന്നു. പണ്ട് കാലത്തെ ഓരോ നിർമ്മിതികളാണ്. ചെങ്ങലല്ലേ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് ലാൻഡ് സ്ലൈഡായിട്ട് വന്നതാണെന്നാണ് പറയണത്. കൂടുതൽ ടൈം ഇവിടെ ഇരുന്നാൽ പണി കിട്ടും. ഈ കാണുന്നൊക്കെ പണ്ടത്തെ വാച്ചിങ് ഏരിയയൊക്കെയാണ്. ഇവിടെ നിന്നിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടേക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇത്രയും കയറാൻ കേട്ടോ ഗൈസ്. നമ്മളെ ഇന്നലെ കണ്ട സെയിം ഫോർട്ടിൻ്റെ അതേ ലുക്ക് തന്നെ. ഒക്കെ മലമ്മയാണ് ഫോർട്ട്. കുറച്ചിങ്ങോട്ട് മുകളിലേക്ക് വന്നപ്പോൾ 2 റൂമുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ പക്ഷേ അതിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെയും കണ്ടില്ലേ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ ചാടുന്നുണ്ട്. സംഭവം പൊളിയാണ്. അങ്ങനെ ഫോർട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ ഇവിടുത്തെ വേറെ ഒരു ഡോറുണ്ട് ഫോർട്ടിൻ്റെ. പൊളി പൊളി പൊളി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിസാപൂർ ഫോർട്ട് നന്നായിട്ട് കാണുന്നില്ല കേട്ടോ. ഇവിടുത്തെ ഒരു ഡാം കേട്ടോ. ഇതാണ് ജസ്റ്റ് മുകളിലേക്ക് കയറിപ്പല്ലൊരു വ്യൂ കേട്ടോ. അതുവരെ ആളുകളുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധസാമഗ്രികളൊക്കെ കണ്ടില്ലേ? എത്ര ബുദ്ധിമുട്ടി കയറി വന്നാലും ഇതിൻ്റെ മുകളിലുള്ള സുഖം അത് വേറെ തന്നെയാണ്. അപ്പോൾ ബാക്ക് സൈഡ് നല്ല വലിയൊരു റിവറാണ് കേട്ടോ.
ഓ എന്താ ഇവിടുത്തെ വ്യൂ നോക്ക്, ഒരു രക്ഷയില്ല. ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. താഴത്തെ ഒരു ഗാർഡനൊക്കെ, ഇതോ ടെമ്പിളാണ് തോന്നുന്നു. ടെമ്പിളല്ല സാധനം. ഈ ഫോർട്ടിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇവിടത്തെ ഒരു റെഡ് കളർ മണ്ണ് കേട്ടോ. ഈ ഫോട്ടോയൊന്നും കാണാത്തൊരു കളറാണ്. ഇവിടെ ഒന്നൊന്നല്ല കേട്ടോ, ഒരുപാട് വെള്ളം കിട്ടുന്നുണ്ട്. അതിലേതോ ഒന്ന് മാത്രമാണ് കുളം പോലെ കെട്ടി ക്ലിയർ ആക്കിയിട്ടില്ല. ഇതൊക്കെ സാധാരണ ഇവിടെ കിടന്നുണ്ടായതാണ്. ഇവിടെ ഉണ്ട് ഒരു പച്ചക്കൊടി കേട്ടോ. ലോഗഡ് ഫോർട്ട് കുറച്ച് മതേതരത്വം തുളുമ്പുന്ന ഫോർട്ടാണ് കേട്ടോ. രണ്ട് മതങ്ങൾക്കും പിരിച്ചു കൊടുത്തിട്ടുണ്ട് പല ഏരിയകളായിട്ട്. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ കുറച്ച് പച്ചക്കൊടി, അപ്പുറത്ത് കുറച്ച് മറ്റേ കാവിക്കൊടി ഒക്കെ ഉണ്ട്. വിസാപ്പൂർ ഫോർട്ടിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ ഇവിടുന്ന് കാണുമ്പോൾ, അതൊരു രക്ഷയില്ല കേട്ടോ. വിസാപ്പൂർ ഇങ്ങനെ നീണ്ട് നിരന്ന് കിടക്കണം. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിൽ വലുപ്പം തോന്നുന്നു വിസാപ്പൂർ. ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ തോന്നണം, ഇനിയിപ്പോൾ എന്താ അറിയില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് മറ്റേ കഴിഞ്ഞ് പോയതാണെന്ന് അറിയില്ല. ഈ സൈഡിലേക്കൊന്നും ആരും വരുന്നില്ല. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ. ഈ ബോട്ട് കെട്ടിയിട്ടിപ്പോൾ ഞാൻ അന്നാട്ടോ ഒരു ഫോർട്ട് കയറുന്നത്. ഇതുകൊണ്ട് ഏതിനും കയറാൻ പറ്റുന്നുണ്ട്, നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വെയിറ്റാണ്. ആ ജാക്കറ്റ് ഒഴിവാക്കിയാൽ മതിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഓ, ഇതൊക്കെ എന്താ അറിയോ, ഈ മുകളിൽ നിന്ന് ഇങ്ങനെ വ്യൂ ചെയ്യാൻ കഴിയും. അതായത് ഈ കൊട്ടാരത്തിന്, ഈ ഫോർട്ടിലേക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ മറ്റു ശത്രുക്കളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇവിടെ നിന്നിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഇനി ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. ഇവിടുന്ന് ഇനി ഇറങ്ങിയിട്ട് നമ്മളെ വിസാപൂർ ഫോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഇനി പോകുന്നത് വിസാപൂർ ഫോർട്ടിലേക്കാണ്. ഞാൻ ഇവിടുന്ന് ചെറുതായിട്ട് കഴിച്ചിട്ടോ. ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നേരെ കയറുന്ന വിസാപൂർ ഫോർട്ടിലേക്കാണ്. 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്യാനുണ്ട് നമുക്ക്. ഇവിടെ ഇത്രയും മൃഗങ്ങളൊക്കെ എല്ലാം കേട്ടോ. സൂക്ഷിച്ച് കയറുക എന്നാണ് ഇതിൽ പറയുന്നതെന്നാണ് എൻ്റെ അറിവിൽ. കാരണം ഹിന്ദിയാണ്. വിസാപൂർ ഫോർട്ടിലേക്കുള്ള എൻട്രി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിന് ബാക്ക് സൈഡും ഉണ്ട് ഒരു എൻട്രി. ആ ബാക്ക് സൈഡിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് വാട്ടർഫാളൊക്കെ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ കയറിയിട്ട് എനിക്ക് കാര്യമില്ല. കാരണം മഴ ഉണ്ടാകുമ്പോഴാണ് സ്റ്റെപ്പ് വാട്ടർഫാളിലേക്ക് പോകേണ്ടത്. ഗൈസ്, അങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കയറുന്ന വീഡിയോ എടുക്കാറെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാട്ടു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ജസ്റ്റ് അരമണിക്കൂർ കൊണ്ട് കയറിയിട്ടുണ്ട്. ഞാനിവിടെ കയറിയതും ഫുള്ള് ഫോഗായി. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞത്. ഞാൻ ഇവിടെ കയറുന്ന വരെ ഒരു ഫോഗ് ഉണ്ടായിരുന്നില്ല. കയറിയപ്പോൾ തന്നെ നല്ല ഫോഗ് അടിച്ചു. അപ്പുറത്തെ ഫോട്ടോയിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു ഒക്കെ സീനായിട്ട് കണ്ടിരുന്നല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ല ഫോഗ് ഉണ്ട് ആ സൈഡൊക്കെ. എനിക്ക് ഒറ്റക്കൊരു ഫോർട്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ് hoiച്ചിട്ട് എന്തൊക്കെയാണ്. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. നമ്മളെ വണ്ടി ഇതാ ഇവിടെ ആയിട്ട് വരും. ഇവിടെ നോക്കിയിട്ട് കാണണമെന്നില്ല. ഇപ്പോൾ സാംസങ് ആണെങ്കിൽ ഇപ്പോൾ സൂം ചെയ്താൽ കിട്ടും അവിടെ ആരൊക്കെ ഉള്ളത്, എന്താ ചെയ്യണമെന്നൊക്കെ. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ തിരിച്ചും. പക്ഷെ അവിടെ ഇപ്പോൾ ആരൊക്കെ കയറി വന്നിക്കണ്. സംഭവം പൊളിയാണ്, പൊളി. അപ്പോൾ നമ്മളിന്ന് 2 ഫോർട്ടാണ് കവർ ചെയ്തത്. ഒന്ന് ലോഗഡ് ഫോർട്ടും പിന്നെ ഒന്ന് വിസാപൂർ ഫോർട്ടും. വിസാപൂർ ഫോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഫസ്റ്റ് കയറിയതാണ് ലോഗഡ് ഫോർട്ട്. അപ്പോൾ പൂനെയിൽ വരുന്നവർ, മഹാരാഷ്ട്രയിൽ വരുന്നവർ ഈ 2 ഫോർട്ടും കവർ ചെയ്യാം. ഓക്കെ, നമ്മളെ ഹരിഹർ ഫോർട്ടിലൊക്കെ വീഡിയോ വരുന്നുണ്ട്. ഫസ്റ്റായി തീർച്ചയായിട്ടും ഹരിഹർ ഫോർട്ടിൽ കയറും. എല്ലാതും കയറുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ടോപ്പ് ഡെസ്റ്റിനേഷനൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്തേരാനാണ്. ഒരുപാട് കാലത്തെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലൊന്നാണ് മാത്തേരാൻ. മാത്തേരാനിലേക്ക് പോകാൻ അടുത്ത ഡെസ്റ്റിനേഷൻ മാത്തേരാനിലേക്കാണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് വിടും. ഇവിടുന്ന് നെരാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്നാണ് നമ്മൾ മാത്തേരാനിലേക്കുള്ള ട്രെയിൻ കിട്ടുക. പറ്റുകയാണെങ്കിൽ നെരാലിൽ പോയാണ് സ്റ്റേ ചെയ്യാം. എന്നിട്ട്
അവിടെ വണ്ടിയോ പറ്റുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എവിടെ വെക്കാൻ സ്ഥലമല്ല വെച്ചാൽ അവിടെ വെച്ചിട്ട് നിരലിലേക്ക് പോകണം എന്നാണ് കരുതിയിട്ടുള്ളത്. ഞങ്ങൾ കയറിയപ്പോൾ ഇങ്ങോട്ട് കയറുന്ന റൂട്ട് കാണിച്ചില്ല. ആ റൂട്ട് ഞാൻ ഇനി ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ കയറുന്ന റൂട്ട് കുറച്ച് ടഫാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറെയും സ്പോട്ടുകളുണ്ട് കയറാനൊക്കെ, അതായത് സ്റ്റെപ്പ് വാട്ടർഫാളൊക്കെ അല്ലേ, അതിലൊക്കെ കയറാം. പക്ഷേ ഞാനിപ്പോൾ അതിൽ പോരാനെന്താ വെച്ചാൽ സ്റ്റെപ്പ് വാട്ടർഫാൾ പോയി ഞാൻ പോകുകയാണെങ്കിൽ ഇന്ന് പോയിട്ട് കാര്യമില്ല. കാരണം മഴ ഉണ്ടാകുമ്പോഴേ സ്റ്റെപ്പ് വാട്ടർഫാളിൽ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലാതെ പോയിട്ട് കാര്യമില്ല. മറ്റേ ഫോട്ടിൽ കണ്ട പോലെ തന്നെ 2 റൂം മോഡൽ 2 അറകൾ കണ്ടില്ലേ. ഇവിടെ നൈസാണ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടും. നല്ല മഴ ഇവിടെയാണ് ശരിക്കും മഴയുള്ള ടൈമിൽ വരണ്ടേ. ആവശ്യമില്ലാത്ത മഴ കിട്ടൂല, ആവശ്യമില്ലാത്തടത്ത് മഴ കിട്ടുന്നുണ്ട്. ഇതാണ് കയറി വന്ന സ്പോട്ട്. അപ്പോൾ ഇനി ഞാൻ ഇറങ്ങാണ്. ഇതിന് മുകളിൽ ചെറുതായിട്ട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പ് എന്നൊന്നും പറയില്ല, അവർ കാക്കുന്നുണ്ട് സാധനങ്ങൾ വിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇറങ്ങാണ്. ഇതാ അവിടെ എത്തണം, ഈ കാണുന്ന സ്പോട്ടിലെത്തണം. അവിടെ നമ്മൾ വണ്ടി എടുക്കണം. ഇതാണ് ഈ കല്ലുമ്മക്കൂടെ ഇടത്തിലേക്ക് കയറുക. ഇതതിൻ്റെ അവസ്ഥ. ഇത് പണ്ട് എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒക്കെ പാടെ താഴത്തുമൊക്കെ വന്നിട്ടുണ്ടു. സാധാരണ ഉരുൾപൊട്ടലുള്ളിടത്താണ് ഇങ്ങനെ കാണാറ്. നോക്കി നടക്കണം, ഇല്ലെങ്കിൽ നേരെ പോയി തല മുട്ടും. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുളം പോലെ സാധനം കാണാൻ കഴിയും. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ.